പണ്ട് സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും 1-2 ദിവസത്തേനൊക്കെ കറികളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നു പതിവ്. അതിലാണെങ്കിൽ ഒരു സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയും പിന്നെ രസവും അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനൊരു പ്രത്യേക കോമ്പിനേഷൻ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പം ഇങ്ങനെ ചിക്കൻ കറിയും രസവും ഉണ്ടാക്കി വെക്കും. ഈ ചിക്കൻ കറിയുടെയും രസത്തിൻ്റെയും കോംബോ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ്. പിന്നെ ഈ കറിവേപ്പിലയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് ഈ കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്കിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ കറിവേപ്പിലയ്ക്കൊക്കെ ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ. പിന്നെ വീട്ടിലെ ആകുമ്പം അതിനൊരു ചെറിയ സ്വാദ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടി നാട്ടിൽ നിന്ന് വന്നപ്പം പൊട്ടാതെ എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന ബാഗിനകത്ത് വെച്ച് വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുവന്നൊരു ചട്ടിയായിരുന്നു. എന്നാൽ ആ ചട്ടി ഉദ്ഘാടനം ചെയ്തേക്കാമെന്ന് ഒന്ന് വിചാരിച്ചു. പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് മനസ്സിൽ വന്നപ്പം എങ്കിൽ പിന്നെ ചിക്കൻ കറിയും രസവും തന്നെ ആക്കിയേക്കാമെന്ന് എടുത്തിട്ട് നമ്മുടെ കറിച്ചട്ടിക്കകത്ത് ചിക്കൻ കറി വെക്കുവാണ്. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. സവോളയും ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒട്ടും ചേർത്തിട്ടില്ല. അതിന് പകരം കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് കമ്പൈൻ ചെയ്യാവുന്ന ഒരു ചിക്കൻ കറിയാണ്. സ്പൈസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്പൈസസ് ഉണ്ട്, എങ്കിൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർക്കാം, അത് ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ പോലും ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഒരു ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു റോസ്റ്റ് പോലെ എടുക്കാം. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം ഈ സെയിം ഫ്ലേവറിൽ തന്നെ ചിക്കൻ കറി. അപ്പോൾ നല്ല വെള്ളച്ചോറും ചിക്കൻ കറിയും രസവും കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനാണ് രസവും ചിക്കൻ കറിയും. ഞാനും ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ അത് കഴിച്ചു തുടങ്ങിയപ്പം ഇത് രണ്ടിൻ്റെയും കോംബോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല രസവും ചിക്കൻ കറിയും കോമ്പിനേഷനാണെന്ന് പറയുന്നത്. പക്ഷേ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. രസവും ചിക്കൻ കറിയും സ്റ്റൈൽ ആൻഡ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.